1980-ൽ ഇന്ത്യ തുടങ്ങിയതാണ് തദ്ദേശീയമായ ഫൈറ്റർ ജെറ്റിനായുള്ള പ്രവർത്തനം. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ LCA പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഇന്ത്യ 20 വർഷത്തോളം എടുത്ത് 2001-ൽ ആദ്യ പ്രോട്ടോടൈപ്പ് പൂർത്തിയാക്കിയത്. പിന്നെയും 15 വർഷമെടുത്തു വ്യോമസേനയ്ക്ക് തേജസ് അവരുടെ ഫ്ലീറ്റിൽ കിട്ടാൻ. 2016-ൽ 2 തേജസ് ഫ്ലൈറ്റുകൾ ഓടിക്കാൻ പാകത്തിന് കിട്ടി. 2016-2020 കാലത്ത് പരമാവധി 8 എയർക്രാഫ്റ്റുകളാണ് പ്രതിവർഷം നിർമ്മിച്ചത്. 1980-ൽ തുടങ്ങിയിട്ടും കഴിഞ്ഞ 10 വർഷത്തോളമേ ആയുള്ളൂ തേജസിനെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയിട്ട്. 2025 മാർച്ചോടെ ഇന്ത്യൻ എയർഫോഴ്സിന് കിട്ടിയത് 38 എയർക്രാഫ്റ്റുകളാണ്. അതായത് 4 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ രാജ്യത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി വെറും 38 എണ്ണത്തിൽ ഒതുങ്ങിപ്പോയി. മാത്രമല്ല, പെർഫോമൻസ് കംപ്ലയന്റും ഡെലിവറി ഡിലേയും തേജസിനുള്ള വ്യോമസേനയുടെ ചില പ്ലാനുകൾ തകർത്ത് കളഞ്ഞുവെന്ന് വേണം കരുതാൻ. അതായത് 1980-ൽ തുടങ്ങിയെങ്കിലും 2020 വരെ തേജസ് വെറും കടലാസ് പുലി മാത്രമായിരുന്നു. റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്ന MiG-21 ഈ വർഷം ഒക്ടോബറിൽ ഡീകമ്മീഷൻ ചെയ്യുമെന്ന് അറിയാമായിരുന്ന വ്യോമസേന 182 തേജസ് യുദ്ധവിമാനങ്ങൾ വേണമെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ കിട്ടിയത് നേരത്തെ പറഞ്ഞതുപോലെ വെറും 38.